മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ മാറിയിട്ടില്ല, കസ്റ്റമർ വന്ന് കണ്ടിട്ട്. വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഇന്നൊരു യൂസ്ഡ് കാർ ഷോറൂമിലാണ്, മെട്രോ കാർസ് ആണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. ബ്രോ, അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് എവിടെയാണ് നമ്മൾ ഉള്ളത്? അതാദ്യം എന്താണ്? എന്റെ പേര് ഷിയാലാണ്. നമ്മളിപ്പോൾ ഉള്ളത് മെട്രോ കാർസിലാണ്. തിരുവനന്തപുരം മെട്രോ കാർസിലാണുള്ളത്. ഓക്കെ, ഞാൻ വെച്ചപ്പെടുത്ത ഒരു കുറച്ച് സ്റ്റോക്ക് കണ്ടു, അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2022 മോഡല് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഏകദേശം 25,000 30ന്റെ ഉള്ളിൽ ഓടിയിട്ടു. 30 ചോടെ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ, ഇത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. SX വേരിയന്റ്, സൺറൂഫ് എല്ലാം ഉണ്ട്. നല്ല നീറ്റായിട്ട് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തോണ്ടാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 840. 840. അതെ, നമുക്ക് ചെറിയ രീതിയിൽ വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ഡാർക്ക് എഡിഷൻ ഫേവറേറ്റ് ആണ് ആൾക്കാർക്ക്. അതെ അതെ. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്? 2023 അൾട്രോസ് സിംഗിൾ ഓണർ വണ്ടി. അതെ, ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആണ്, ഫുള്ള് ഡാർക്കിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെയാ? ഇതിന്റെ റേറ്റ് വരുന്നത് 780. അതെ, ചെറിയ മാറ്റം ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടോ ഏകദേശം 30ന്റെ ഉള്ളിൽ 25-26 അടുത്തായിട്ട് റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അടുത്ത ഇതാണോ? വോക്സ് വാഗൺ. മെട്രോ കാർസ് അറിയപ്പെടുന്ന തന്നെ വോക്സ് വാഗന്റെ മോഡൽ. ഓക്കെ, അത് ഗ്രേറ്റ്. ഇത് വെന്റോ ആണ്. 2020 മോഡൽ. അതെ, സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 44,000 കിലോമീറ്റർ. ലാസ്റ്റ് 2020 ശേഷം വന്ന എഞ്ചിനാണ്. 1 ലിറ്ററിൽ TSI, 100cc TSI മാനുവൽ. അതെ. ഓ ഗ്രേറ്റ്. അപ്പം എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 7,25,000. 7,25,000. ഇതെല്ലാം നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, അപ്പൊ അടുത്ത നെക്സ്റ്റ് ആണോ ബ്രോ? അതെ, ഇപ്പോഴത്തെ ജനറേഷനിൽ ലേറ്റസ്റ്റ് മോഡലായ 2024 മോഡൽ നെക്സോൺ. 24 മോഡൽ നെക്സോൺ. ഓക്കെ, അതാണ് സീറ്റ് കവറും കാര്യങ്ങളൊന്നും. അതെ, സീറ്റ് കവർ ഒന്നും കഴിച്ചിട്ടില്ല. കിലോമീറ്റർ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എങ്ങനെ, ഡീസലാണോ പെട്രോൾ ആണ്? 1200cc പെട്രോൾ. 1200cc പെട്രോൾ അല്ലേ? അപ്പം ഇതിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 860 എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏകദേശം എല്ലാ ഫീച്ചറും ഉണ്ട് തോന്നുന്നു. മിഡിൽ ഓഫ് ബാൻഡ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സ്ക്രീന് സൺറൂഫ് അടക്കം പ്യൂർ എസ് ആണ് വേരിയന്റ്. പ്യൂർ എസ് എന്ന് പറഞ്ഞ പ്യൂർ എസ്. സൺറൂഫ് ഉണ്ട്, സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണം. പിന്നെ മെയിൻ ആയിട്ട് സീറ്റ് കവർ കഴിച്ചിട്ടില്ല. കസ്റ്റമർ സംഭവം 19,000 ഓടിയിട്ടുണ്ടെങ്കിലും പക്കാ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. സ്ക്രാച്ചസ് പോലും ഒന്നും കമ്പനി കണ്ടിട്ടില്ല. ഓക്കെ, റെഡ് കളർ ആണ്. ഒരു യൂണിക് കളർ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ്. അപ്പൊ നല്ല അടുത്ത നമുക്ക് സ്കോഡ ഉണ്ട് അല്ലേ? ഓ, സേഫ്റ്റി. അതെ, സേഫ്റ്റി. വോക്സ് വാഗൺ ആയാലും സ്കോഡ ആയാലും ആദ്യം നമ്മൾ കൺസെപ്റ്റ് ചെയ്യുന്ന വണ്ടി അതാണ്. 2022 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 38,000 ഓടിയ വണ്ടി. 38,000 ഓടിയ വണ്ടി. അതെ. ഓക്കെ, അപ്പൊ ഒരു സെഡാൻ പ്രോപ്പർ എന്തൂസിയാസ്റ്റിന് പറ്റിയ വണ്ടിയാണ്. അതെ, സെഡാൻ വെഹിക്കിളിൽ ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്ററിൽ TSI ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ എനിക്ക് ഈ ബൈപ്പാസ് ഒക്കെ വന്നോണ്ട് നിങ്ങൾക്ക് ലോങ് ഒക്കെ ഓടാനുണ്ടെങ്കിൽ ബെസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട വണ്ടി. മൈലേജ് നോക്കാത്ത ഒരു കസ്റ്റമർ ആണെങ്കിൽ എന്തുകൊണ്ട് മനസ്സിലായി. അല്ല, സേഫ്റ്റി നോക്കുമ്പോൾ മൈലേജ് കുറച്ച് കുറയും. അത് അങ്ങനെയാണ്, അതൊരു ഡിപ്പെൻഡന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല വണ്ടിയാണ്, യാത്ര കംഫർട്ട് ഉള്ള വണ്ടി. അതാണ്. 22 മോഡലാണ്. സെക്കൻഡ് ഓണറിൽ ഏകദേശം 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ആംബിഷൻ വേരിയന്റ്, മിഡിൽ വേരിയന്റ് ഒക്കെ. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് എത്ര നമ്മൾ ചോദിക്കുന്നത്? 1090. ഓക്കെ, 1090 നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് സെഡാൻ കിട്ടും. ഓ, അടിപൊളി. ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, സെഡാന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. ഓക്കെ ബ്രോ, അപ്പൊ എന്നാൽ അടുത്തേക്ക് പോകാം. നമുക്ക് തൊട്ടടുത്ത ബ്രാൻഡിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഫോക്സ് വാഗനിലേക്ക് തന്നെ പോവാം. നമ്മളെ 2 ചുണക്കുട്ടികളുണ്ട്. 5 സ്റ്റാർ സേഫ്റ്റിനെ പിന്നെ എടുത്തു പറയണം അല്ലെ? തീർച്ചയായിട്ടും. ക്രാഷ് കാർഡിലെല്ലാം എൻക്ലവ് ഒക്കെ കിട്ടിയ അതാണ്. ടോട്ടൽ 3 വണ്ടിയാണ് നമ്മളെ. 3 വണ്ടികളുണ്ട്. ഇത് ഫസ്റ്റ് വണ്ടിയാണ്. 2022 മോഡൽ ടൈക്കൂണ്. 22 മോഡൽ ടൈക്കൂണ്. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. 36,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണറിലുള്ള 2022 2 മോഡൽ. അപ്പൊ ഇതില് അലോവീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോവീൽസ് ഉണ്ട്, മിറർ ഫോൾഡിംഗ് ഉണ്ട്, റിയർ AC കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 1 ലിറ്ററിലെ ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ചോദിക്കുന്നത് ബ്രോ? നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 1130. ഇത് സിംഗിൾ ആർച്ചിലുള്ള ടൈമിന് ഏകദേശം ഒരു 1 ഇയർ മുന്നേ ഞങ്ങൾ തന്നെ കൊടുത്താണ് പോലെ തിരിച്ചു. നമ്മൾ രണ്ടാമത്തെ വണ്ടി 2022 മോഡലാണ്. അത് സിംഗിൾ ഓണർ ആണ്. 40,000 കിലോമീറ്റർ.
അണ്ടർ വാറണ്ടിയിലുള്ള വെഹിക്കിൾ ആണ്. അണ്ടർ വാറണ്ടി സെയിം വേരിയന്റ് ആണ്, ഹൈലൈൻ വേരിയന്റിൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. അതിന് നമ്മൾ ചോദിക്കുന്നത് 11,70. 70 സിംഗിൾ ഓണർ ആണ്, അതിന്റെ ചെറിയ വ്യത്യാസം. ബ്രോ ഈ പോളോന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? അപ്പൊ മാർക്കറ്റിൽ നിർത്തി പോയിട്ട് ഇന്നും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ്. അതെങ്ങനെയാണ്? ഇത് 2021 മോഡൽ. 21 മോഡൽ. അപ്പൊ ലേറ്റസ്റ്റ് ആണ്, ലേറ്റസ്റ്റ് വണ്ടിയാണ്. ഇത് 1 ലിറ്ററിൽ ഓട്ടോമാറ്റിക്. 1 ലിറ്ററിൽ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർ ആണ്. 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ സർവീസ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. 2027 വരെ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 10,400,000, 10,25,000. 10,400,000 അല്ലേ? അതെ, 10,20,000. എത്ര ഓടി എന്ന് പറഞ്ഞത്? കിലോമീറ്റർ 65,000. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ്. ആൾക്കാർക്ക് വേണ്ടതാണ്, അതുകൊണ്ടാണ് ഇപ്പോഴും മാർക്കറ്റിൽ ചോദിച്ചു വരുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. അടിപൊളി കംഫർട്ടും കാര്യങ്ങളാണ്, പിന്നെ സേഫ്റ്റിയും പറയേണ്ട. വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വന്നിട്ട് എടുത്തുകൊണ്ട് പോവാ അല്ലെ? അത്രേ ഉള്ളൂ. ഓളെ നോക്കുന്ന ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാലോ അല്ലെ? ഓളെ ഇത് മാത്രമല്ല, നമ്മളെ ഈ ഒരു മാസം 10 വണ്ടിന്റെ സ്റ്റോക്ക് ഔട്ട് ആണ്. വണ്ടി ഇനി വരാണ്ട്. ഓളെ ഇനി ഒരുപാട് സ്റ്റോക്ക് വരാം. ഓക്കെ. അപ്പൊ പോളോ ആരെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെട്രോയിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലെ? ഇനി അതിന്റെ തൊട്ട് വലുത് ടൈഗൂണ്. പോളോ നിർത്തിയതിന്റെ ശേഷം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണ്. അതെ, 2023 മോഡൽ. 23 സിംഗിൾ ഓണർ, കിലോമീറ്റർ 22,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. പിന്നെ നമുക്ക് എക്സ്പെൻസ്, കസ്റ്റമേഴ്സിന് എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ല. 2027 വരെ വാറണ്ടിയിലാണ്. സർവീസ് പാക്കേജ് ഉണ്ട്. ഇന്നേ വരെ യാതൊരു ക്ലെയിം കാര്യങ്ങളും എടുത്തിട്ടില്ല. അപ്പൊ എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ബ്രോ? കിലോമീറ്റർ 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ വലിയ ഇതില്ല, നല്ല വൃത്തിയുള്ള വൈറ്റ് കളർ വണ്ടി അല്ലേ? വണ്ടി ഇത് ജസ്റ്റ് പൊടി പിടിച്ചാൽ ഞങ്ങള് പോളിഷ് ഒക്കെ ചെയ്താണ് ഡെലിവറിക്ക് കൊടുക്കുന്നത്. തൊട്ടപ്പുറത്ത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഡെലിവറി വണ്ടി പോളിഷ്. ഇങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്. നമ്മൾ എത്ര ചോദിക്കുന്നുണ്ടായിരുന്നു? 12,60 അല്ലേ? അവിടെ നമ്മൾ അവിടെ കണ്ടല്ലോ. ഇത് കുറച്ച് ലോ കിലോമീറ്റർ വണ്ടിയാണ്, ഒരു വർഷം കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ റേറ്റ് ഉള്ളത്. പിന്നെ സേഫ്റ്റി കാര്യങ്ങൾ വേണം. നിങ്ങൾ മൈലേജും നോക്കുന്നില്ല, പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി സെലക്ട് ചെയ്യാൻ പറ്റിയ വണ്ടി തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രഷ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഇതിലേക്ക് പോകുന്നത്. ഫ്രഷ് എടുക്കുന്നതിനേക്കാൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ട് എന്തായാലും ഒരു 5 ലക്ഷം 4.5. പിന്നെ ഇതിൽ അത്ര വലിയ ചേഞ്ച് വന്നിട്ടില്ല തോന്നുന്നു. ഒരേ റേറ്റ് തന്നെ വന്നിട്ടും ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇത് വന്ന് കൺസിഡർ ചെയ്തിട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഇത് എടുക്കുന്നതാണ് ബെറ്റർ. നമ്മള് ന്യൂ കാർ എടുത്ത് ഒരു കൊല്ലം ഉപയോഗിക്കുന്ന യൂസർ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. ഇനിയിപ്പോ ഇത് എടുത്ത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാലും പറ്റും. അതെ, നേരത്തെ മറ്റേ ടൈഗൂൺ വന്ന പോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. ഞാൻ അടുത്ത കിയ സെൽറ്റോസ്. ഇത് ഡീസൽ ആണ്. ഡീസൽ വണ്ടിയാണ്. ഇത് ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 2005 ഡീസൽ അല്ലേ? അതെ, ഇത് 20 മോഡലാണ്. 2020 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. HTK ആണ് വേരിയന്റ്. കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടിയ HTK വേരിയന്റ് അല്ലേ? എലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും? ഫോൾഡിങ് വരുന്നില്ല അല്ലേ? ഓക്കെ. 2020 ഫസ്റ്റ് ലോഞ്ചിങ് വണ്ടിയാണല്ലോ, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് എത്ര ഓടിണ്ടായിരുന്നു പറഞ്ഞു ബ്രോ? കിലോമീറ്റർ 45,000 40,000 കിലോമീറ്റർ. ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. അപ്പൊ ഇതിന് എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 11.5 ലക്ഷം. 11.5 രൂപ. അപ്പൊ ഡീസൽ മാനുവൽ ആകുമ്പോൾ കുറച്ചുകൂടി മൈലേജ് കൂടൂലേ? അതെ, നമുക്ക് 1.5 എഞ്ചിൻ വരാം. 18 to 20 ഗ്യാരണ്ടി ആണല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? നെക്സോൺ ആണ്. രണ്ട് നെക്സോൺ. അത് നെക്സോൺ ആണ്. ഇത് നെക്സോൺ ആണ്. ഇതൊക്കെ ഒരേ വണ്ടിയാണ്. ഇയർ ബേസിൽ അങ്ങോട്ടും മാറ്റം, ചെറിയ മാറ്റം. ഇത് 2023 ആണ്. 23 വണ്ടിയാണ്. XMS വേരിയന്റിൽ സൺറൂഫ് ഉള്ള വണ്ടി. രണ്ട് വേരിയന്റ് ഉണ്ട്. XMSൽ സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതും. ഇത് സൺറൂഫ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 15,000 കിലോമീറ്റർ. ഒരു യൂണീക് കളറും ആണ് അല്ലേ? അതെ, നല്ലൊരു കളറാണ്. പച്ച കളർ, നല്ല രസമുണ്ട്. എമറാൾഡ് ഗ്രീൻ എന്നാണ് പറയല്ലേ? ഓക്കെ. ഒരു സിംഗിൾ ഓണർ ആണല്ലേ? സിംഗിൾ RCൽ 15,000 കിലോമീറ്റർ. 15,000 വെറും 15,000. ഓ, അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു നെക്സോൺ ഒക്കെ പുതിയ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്ന് കൺസിഡർ ചെയ്യാം. ഇതും സേഫ്റ്റി ആണ്. ഇതൊക്കെ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. എന്തുണ്ടായാലും കമ്പനിയിൽ കൊണ്ടുപോയാൽ ഫ്രീ ആയിട്ട് മാറ്റി കിട്ടേണ്ട സാധനങ്ങളാണ്. എന്തായാലും മാറ്റി കിട്ടും. ഓക്കെ. അപ്പൊ ഇതിന് എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 760. 760. ഓക്കെ. അടുത്ത നെക്സോൺ എങ്ങനെയാണ്? ഇത് സെയിം വണ്ടിയാണ്. 22 മോഡല്. ഒരു മോഡൽ കുറയും, ഒരു കൊല്ലം കുറയും. അതുപോലെ 45,000 ഓടിയിട്ടുണ്ട്. 40,000 ഓടിയിട്ടുണ്ട്. അതെ, വേരിയന്റ് ബേസ് എല്ലാം സെയിം ആണ്. ഇത് ഞങ്ങൾ ചോദിക്കുന്നത് 735. 735 അല്ലേ? ഓക്കെ. എന്നാലും കുഴപ്പമില്ല. ഒരു അത്യാവശ്യം സേഫ്റ്റി ഉള്ള വണ്ടി ബിഗിനർ ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ എടുക്കാൻ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് എടുക്കാമല്ലോ. അപ്പൊ ഞാൻ അടുത്ത മാഗ്നറ്റ് ആണല്ലേ? ഒരു സ്വിഫ്റ്റിന്റെ ബഡ്ജറ്റ് നോക്കിയിരുന്ന കസ്റ്റമർക്ക് ഒരു മിനി SUV എന്ന് പറയാം. അപ്പം ഇത് എങ്ങനെയാണ് ബ്രോ ഇതിന്റെ ഡീറ്റെയിൽസ്? 2023 സിംഗിൾ ഓണർ വണ്ടിയാണ്.
കോഴിക്കോട് രജിസ്ട്രേഷൻ, മാഗ്നേറ്റ്, നിസാൻ മാഗ്നേറ്റ്. അല്ലേ? അതെ, എനിക്ക് സീറ്റ് കവർ ഒക്കെ ചെയ്താണോ? സീറ്റ് കവർ കസ്റ്റമർ ചെയ്തതാണ്. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞ കിലോമീറ്റർ ആണ് 3500 കിലോമീറ്റർ. 3500 വെറും 3500 കിലോമീറ്റർ. കോഴിക്കോട് നമ്പറിൽ സിംഗിൾ ആർസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ രാമനാട്ട ഭാഗത്തൊക്കെ ആൾക്കാരെങ്കിലും കോഴിക്കോട് നമ്പർ, കോഴിക്കോട് വണ്ടി ആയിട്ട് നോക്കുന്ന ആൾക്കാർ അവർക്കായാലും ഏറ്റവും ബെറ്റർ ആയി. എനിക്ക് ഭയങ്കര കാര്യമാണ്. എനിക്ക് കോഴിക്കോട് നമ്പർ പ്ലേറ്റ് വേണമെന്നുള്ള കസ്റ്റമേഴ്സ് കോഴിക്കോട് വണ്ടിയാണ്. നിങ്ങൾ എന്താ അവിടെ നിന്ന് കൊണ്ടിരുന്നത്? അപ്പൊ ഇത് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി ഒന്ന് പറയാം. ഓക്കെ, ഇത് 23 വണ്ടി, സിംഗിൾ ഓണർ, കോഴിക്കോട് രജിസ്ട്രേഷൻ, ഇതുവരെ ക്ലെയിം ഒന്നുമില്ല, 3500 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് സർവീസ്. ഇത് വേരിയന്റ് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? ഇത് വേരിയന്റ് പറഞ്ഞാൽ ഒരു മിഡിൽ ഒരു ഗ്യാസ വേരിയന്റ് ആണ്. ഇതിൽ ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെയാണ് അറിയപ്പെടുന്നത്. ബ്ലാക്കും കിട്ടുമല്ലോ അല്ലെ? ബ്ലാക്ക് കളറാണ്. പിന്നെ നോർമലി മിഡിൽ വേരിയന്റ് ഒന്നും ഈ ഒരു ലിമിറ്റഡ് എഡിഷനിലേക്ക് വന്നപ്പോൾ ചെറിയ ചെറിയ ഫീച്ചേഴ്സിന് മാറ്റമുണ്ട്. മിറർ ഫോൾഡിംഗ് എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു വേണ്ട എല്ലാ ഒരു സാധനങ്ങളും ആഡ് ചെയ്ത് സ്വിഫ്റ്റ് എടുക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ സേഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇത് എത്ര വരുന്ന റേറ്റ്? ഇത് ഞങ്ങൾ ചോദിക്കുന്നത് 6,15,000. 6,15,000 ഇതൊക്കെ നമുക്ക് റൈറ്റ് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതിന്റെ സർവീസ് എവിടെയാണ് ഉണ്ടാവുക? സർവീസ് നമുക്ക് വെസ്റ്റിലാണ്. കോഴിക്കോടുള്ള ആൾക്കാർക്ക് വെസ്റ്റിലാണ്. എല്ലാ വണ്ടിയും അവിടുന്നാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. ബ്രോ അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി ഇതാ ഏകദേശം ഒരേ 8 ആണ്. വെന്യൂവിന്റെ അതേ സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ബ്രാൻഡ് മാത്രം മാറുന്നു. ഇങ്ങനെ എന്തായാലും ഇപ്പത്തെ ഇതില് സ്വിഫ്റ്റ് എടുക്കാൻ എന്തായാലും 6 ലക്ഷം രൂപ. അതിൽ നമുക്കൊരു മിനി സ്വിഫ്റ്റിന്റെ ബേസ് മോഡൽ എടുക്കാനായിട്ട് ബെറ്റർ ഫുൾ ഓപ്ഷൻ അല്ലെങ്കിലും ഫുൾ ഓപ്ഷനുള്ള ഫീച്ചേഴ്സ് ഉള്ള വണ്ടി എടുക്കാം. അപ്പൊ വെന്യൂ എങ്ങനെയാ ബ്രോ? ഇത് മൈലേജ് നോക്കുന്ന ഡെയിലി നല്ല യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഏറ്റവും വേർത്തായ വണ്ടിയാണ്. ഓക്കെ, ഡീസലാണ് തോന്നുന്നു. ഡീസലാണ്. 2022 മോഡൽ ഹ്യുണ്ടായി വെന്യൂ. ഇത് ഓട്ടോമാറ്റിക് ആണോ? അല്ല, മാനുവൽ. വെന്യൂല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇറങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെയാണല്ലോ. ഡീസലിൽ വരുമ്പോൾ മാനുവൽ, പിന്നെ സോണറ്റിലേക്കാണ് ഓട്ടോമാറ്റിക് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 22 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, കിലോമീറ്റർ 65,000 അല്ലേ? നമുക്കൊരു നോർമൽ ഫീച്ചേഴ്സിൽ സൺറൂഫ് വരുന്ന ഫീച്ചേഴ്സിൽ നല്ല ഒരു 20 to 24 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ? ഓക്കെ, ഇത് എങ്ങനെയാണ്? ഇതിപ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിരുന്നു, പക്ഷെ ഇത് നമുക്ക് ഇന്നലെ ഒരു കസ്റ്റമർ അഡ്വാൻസ് തന്നതാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഏകദേശം ലോൺ എല്ലാം പാസ്സായി. അപ്പൊ ഇതിന്റെ ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ലോൺ വരുന്നത് മെട്രോ കാർസിൽ IDFC ബാങ്ക് ആണ്. എല്ലാ ബാങ്കിനേക്കാളും ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. 6.5 നമുക്ക് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ്. അത് വൺ ഡേ കൊണ്ട് നമ്മളിപ്പോ രാവിലെ കസ്റ്റമർ വന്ന് വണ്ടി കണ്ട് ചെക്ക് ചെയ്ത് ഷോറൂം കയറി ചെക്ക് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ലോൺ പാസ്സായി. ഒരു ദിവസം കൊണ്ട് വന്ന് വണ്ടി എടുത്ത് പോവാം. ഓക്കെ, അപ്പൊ അത് നല്ലൊരു ഫീച്ചർ ആയിട്ട്. പിന്നെ എപ്പോഴും ലോൺ എടുക്കുമ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യമാണ് സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ. നമുക്കൊരു നല്ലൊരു അടിപൊളി സിബിൽ സ്കോർ ഉള്ള കസ്റ്റമർക്ക് ഫുൾ ലോണും എല്ലാത്ത കസ്റ്റമേഴ്സും 90% ഫണ്ടിങ് ആണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോയാലോ ബ്രോ? 2022 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 21 മോഡൽ, 22 രജിസ്റ്റർ ആണ്. സിംഗിൾ ഓണറിൽ 46,000 കിലോമീറ്റർ ഓടി. 46,000 കിലോമീറ്റർ. അതെ, SX ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അല്ലേ? ഓക്കെ, വണ്ടി ഓപ്പൺ ആണോ? ഓപ്പൺ ആണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗം എല്ലാം നീറ്റ് ആണ്. ഇപ്പൊ നമുക്ക് വണ്ടിന്റെ പുറം ഭാഗം സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കേട്ടിംഗ് എല്ലാം കസ്റ്റമർ കമ്പനി തന്നെ പേയ്മെന്റ് കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ, ഓട്ടോമാറ്റിക് ആണ്. കുറെ ആക്സസറീസും കേട്ടിട്ടുണ്ടല്ലോ. ഈ സ്റ്റെപ്പ് സൈഡിലെ സ്കേട്ടിംഗ് എല്ലാം കമ്പനി തന്നെ ചെയ്താ. ഹ്യുണ്ടായിന്റെ സാധനങ്ങൾ ഫുൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,70,000. 13,70,000 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, തൊട്ടപ്പുറത്തെല്ലാം വണ്ടി ഉണ്ട്, 20 മോഡലെല്ലാം ഉണ്ട്. അവരെല്ലാം ചോദിക്കുന്നത് 14,40 എല്ലാം ആണ്. നമ്മള് 13,70 ഇരിക്കുന്നത്. ചെറിയൊരു മാറ്റം കൊണ്ട് അതെ. അപ്പൊ എന്തായാലും ഇവിടെ വന്നാൽ മതി. തീർച്ചയായിട്ടും. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടിയിലൊക്കെ 2022 സെൽട്ടോസ് ആണ്. കിയ സെൽട്ടോസ് ആണ്. സിംഗിൾ ഓണറിൽ HTE വേരിയന്റ്. ആണ് വേരിയന്റ്. ബേസ് വേരിയന്റ് ആണ് വരിക. കിലോമീറ്റർ 45 അടുത്താണ് ഓടിയിട്ടുള്ളത്. നല്ല അടിപൊളി സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വണ്ടിയാണ്. കളറും കുഴപ്പമില്ലാത്തൊരു കളറാണ്. അതെ, സ്ക്രാച്ച് ഒന്നും ആയാലും അറിയില്ല. അതെ. ഓക്കെ, അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിൽ എത്ര റേറ്റ് ചോദിക്കണം ബ്രോ? ഇത് നമ്മൾ ചോദിക്കുന്നത് 9,80,000. 9,80 അല്ലേ? അതെ. ഓക്കെ, ഇത് ഒന്നുകൂടി ഡീറ്റെയിൽസ് ഒന്നും പറയാം. 22 മോഡൽ സിംഗിൾ ഓണർ ആണ്. HTE വേരിയന്റ് പെട്രോൾ. അതെ, ഏകദേശം 45-46 അടുത്താണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം ഒരു വൃത്തിയുള്ള ഒരു വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റി. അതും ബഡ്ജറ്റിലാണ്. അതെ. അപ്പൊ ലൈറ്റ് ഒക്കെ പോയില്ലേ? നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. പച്ച കളർ, പച്ച നെക്സോൺ. ഇത് 21 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. 21 മോഡൽ എങ്ങനെയാണ്?
ഇത് 21 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നെക്സോണ് XZ പ്ലസ് വേരിയന്റ്. ഡീസൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ ഏകദേശം 68.5 കിലോമീറ്റർ. 68 അല്ലേ? അതെ, ഞങ്ങൾ എടുത്ത് വന്നതിന് ശേഷം മേജർ സർവീസ് കഴിഞ്ഞു. ഞങ്ങൾ വന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം 14 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതെ, കാസർഗോഡ് വണ്ടിയാണ്. ഇതിൽ നമുക്ക് പറയാനുള്ള ഒരു നെഗറ്റീവ്, മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ മാറിയിട്ടില്ല, കസ്റ്റമർ വന്ന് കണ്ടിട്ട് മാറി കൊടുക്കും. മറ്റേ നമ്മൾ മാറി കഴിഞ്ഞാൽ ആക്സിഡന്റ് വണ്ടിയാന്ന് പറയും. അത് നമ്മുടെ ചെലവിലാണോ എങ്ങനെയാണ് മാറാ? നമ്മുടെ ചെലവിൽ ഡെലിവറി എടുക്കാൻ വരുന്ന ടൈമിന് നമ്മളെ ഗ്ലാസ് മാറി. ആ ചെറിയൊരു ക്രാക്ക് വേറെ വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് എത്ര ചോദിക്കണം ബ്രോ? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 8,70,000. 8,70,000 അല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ്? ഇത് ഇപ്പൊ നമ്മൾ കുറെ വണ്ടി പരിചയപ്പെട്ടു. ഇതൊരു ഫാമിലി വെഹിക്കിൾ ആണ്. 2017 XUV. 2017. അതെ, W10 ഓട്ടോമാറ്റിക്. സൺറൂഫ് എല്ലാം വരുന്ന ആ ടൈമിന് 17 ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. അതെ, കിലോമീറ്റർ ഏകദേശം ഒരു 68,000 കിലോമീറ്റർ ആണ് ഓടിയ. സെക്കൻഡ് ഓണർ വണ്ടി. KL40 ആണ് വരുന്നത്. KL40 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പൊ നല്ല വൃത്തിയുണ്ട്, നീറ്റ് ആണ്. അതിനിപ്പോ നമ്മൾ പോളിഷ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. അല്ലാതെ തന്നെ നല്ല നീറ്റ് ഉണ്ട്. അതെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 68,000 കിലോമീറ്റർ. W10 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മെയിൻ ആയിട്ട് പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്. നമ്മൾ ലോങ് ഡ്രൈവിലേക്ക് നമുക്ക് എപ്പോഴും കംഫർട്ട് ആയിരിക്കും. എത്ര ചോദിക്കണേ? നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 11,40. 11,40 അല്ലെ? നമ്മൾ നെക്സോൺ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ നെക്സോൺ നമ്മൾ 8,70. ഓക്കെ. അപ്പൊ ഇനി അടുത്ത വണ്ടി ഏതാണ്? ഒരു കോഴിക്കോട് രജിസ്ട്രേഷൻ ക്രെറ്റ അല്ലേ? ഓക്കെ. ഇതാണ് എനിക്ക് തോന്നുന്നു ഈ മോഡലാണ് എല്ലാവർക്കും ഒരു താല്പര്യം. പുതിയ മോഡൽ ആർക്കും വേണ്ട, പഴയ മോഡൽ വണ്ടി ഉണ്ടെന്ന് വെച്ചിട്ടാണ്. അതാണ്. ഇത് 2017 ക്രെറ്റ പെട്രോൾ ആണ്. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. കോഴിക്കോട് നമ്പർ. കിലോമീറ്റർ 68,000 കിലോമീറ്റർ. ഓക്കെ, അത് ഗ്രേറ്റ് ആയിട്ടുണ്ട്. അപ്പം അലോവിയിലും കാര്യങ്ങളൊക്കെ പുറത്ത് എല്ലാം കസ്റ്റമർ ചെയ്തതാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത സാധനമാണ്. അതെ, ഇതുവരെയുള്ള എല്ലാ സർവീസും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. അത്യാവശ്യം നല്ല ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലെ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതെ, നിലവിൽ അത് റിവേഴ്സ് ക്യാമറ ഉള്ള സ്ക്രീനാണ് വരിക. വേണമെങ്കിൽ നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് ചെയ്താൽ മതിയല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ എത്ര നമ്മൾ ചോദിക്കണേ? ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 6,90. 6,90. ഓക്കെ. അപ്പൊ എന്നാ അടുത്തേതാണ്? അടുത്തത് ഡസ്റ്റർ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അയ്യോ, ആൾക്കാർക്ക് അത്രയും ഇതുള്ള വണ്ടിയാണ്. എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? എങ്ങനെ? 19 മോഡൽ 20 രജിസ്ട്രേഷൻ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 85 ആണ് വരുന്നത്. 85 ആണ്. 85 ഡീസൽ. കിലോമീറ്റർ ഏകദേശം 80,000 കിലോമീറ്റർ. ഫുൾ A to Z സർവീസ് കംപ്ലീറ്റ് ആണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയർ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. നിലവിൽ റെനോൾട്ടിന്റെ ഇൻഷുറൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും B2B. ഇത്രയും കാലമായിട്ട് B2B-ലാണ്. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് അല്ലേ? ഓക്കെ. എത്ര റേറ്റ് നമ്മൾ ചോദിക്കണേ? ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 6,85,000. 6,85,000. ഓക്കെ. ലൈറ്റ് ഒക്കെ പോയി, എന്നാലും വേണ്ടി നമ്മളെ കുട്ടനെ പറഞ്ഞോളൂ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2017 മോഡൽ സ്വിഫ്റ്റ് ആണ്. സെക്കൻഡ് ഓണർ. 46,000 കിലോമീറ്റർ. 46,000 കിലോമീറ്റർ. VXA ഓപ്ഷനിൽ പെട്രോൾ ആണല്ലേ? എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെ? നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 5,40 ആണ്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമുക്ക് അടുത്ത വണ്ടിയിൽ പറയും. ഇതെങ്ങനെയാണ് ബ്രോ? അപ്പോ ഇത് ടാറ്റ പഞ്ച് ആണ്. 2023 ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 23,000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. പഞ്ചില്ലേ? ടാറ്റ പഞ്ച്. ഏതാ മോഡൽ വരിക? ടോപ്പ് എൻഡ് ആണ്? അല്ല, ഇത് മിഡിൽ അഡ്വഞ്ചർ ആണ്. അല്ലേ? ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഒരു AMT ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ്. ഫ്രഷ് നോക്കണായിട്ട് ബെറ്റർ ഇതായിരിക്കും. ഇത് എത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞ ബ്രോ? കിലോമീറ്റർ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാം. കുറച്ച് ലൈറ്റ് കുറവുണ്ട്, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നാൽ മതി. ബ്രോ വേണമെങ്കിൽ നമ്പർ കൊടുത്താൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്പർ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമല്ലോ അല്ലേ? അപ്പൊ ഏതെങ്കിലും വണ്ടീന്റെ ഫോട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രോന്റെ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കും, ഡിസ്ക്രിപ്ഷനിലും മേലെ ഇവിടെയൊക്കെ കൊടുക്കും. അപ്പൊ ബ്രോനെ ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇത് ടിയാഗോ. പഞ്ച് പരിചയപ്പെട്ടു. ഇത് ടിയാഗോ. ഓക്കെ. ഇത് 2021 മോഡലാണ്. 21 മോഡൽ. സിംഗിൾ ഓണറിൽ ഏകദേശം 45,000 കിലോമീറ്റർ ഓടിയല്ലേ? ഇത് ഈ വണ്ടിയും പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പൊ ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ അതെ, നമ്മളിപ്പോ പഞ്ച് ടിയാഗോ എല്ലാം പരിചയപ്പെട്ടു. പഞ്ച് നമ്മൾ എത്രയാണ് റേറ്റ് പറഞ്ഞത്? പഞ്ച് നമ്മൾ റേറ്റ് പറഞ്ഞത് 6,45. അപ്പൊ ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5,45. അപ്പൊ ഓട്ടോമാറ്റിക് ബഡ്ജറ്റ് വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അല്ലെ? കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അലമ്പാക്കില്ല. നമുക്ക് അടുത്ത വണ്ടിക്ക് അടുത്ത വണ്ടിയിലേക്ക് എങ്ങനെയാ ബ്രോ ഇതിന്റെ?
ഇത് 2023 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. 23 ഗ്രാൻഡ് ആയിട്ട് നിയോസ് ആസ്റ്റ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ എങ്ങനെയാണ് അതിന്റെ 33,000 കിലോമീറ്റർ ആണ് ഓടി സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. അപ്പൊ എത്ര നമ്മൾ ചോദിക്കണേ? നമ്മൾ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 7,25,000. 7,25. ഓക്കെ. ഇനി ഇത് കൊടുക്കാനുള്ള തന്നെയാണോ? അതെ അതെ അതെ. അത് എനിക്ക് തോന്നുന്നു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയ വണ്ടിയില്ല. നമുക്ക് ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. 2013 ഹോണ്ട ബ്രിയോ. കാരണം ബ്രിയോയ്ക്ക് തന്നെ ഒരു ഫാൻ ബേസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ട്. ഒന്നാമത്തെ അതിന്റെ ഒരു ഭംഗിയാണ്. ഏത് സിറ്റി കൂടി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. എങ്ങനെയാണ് റേറ്റ് ബ്രോ? 80,000 കിലോമീറ്റർ ആണ്. 80,000 കിലോമീറ്റർ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് 2,50,000 ലാസ്റ്റ് 2,50,000 ലാസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇതിന് മെയിൻ്റെനൻസ് കൂടുതലാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുറഞ്ഞ മെയിൻ്റെനൻസ് കുറവാണ് വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 2,50,000 ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ബ്രിയോ ഇതാണ് വണ്ടി. കാണാൻ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. വണ്ടി ക്യൂട്ടാണ് എന്തായാലും. അത് നിങ്ങൾ വേണം ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം. ബ്രോനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിളിച്ചു നോക്കാം. 2020 മോഡലാണ്. സിംഗിൾ ഓണർ, 35,000 കിലോമീറ്ററിന് ഓടിയ VXI പെട്രോൾ. എത്ര വരുന്നത് ഈ വണ്ടി? ഇപ്പൊ ലാസ്റ്റ് 6,15 6,15 ലാസ്റ്റ്. അതിലൊരു വർഷത്തെ ബമ്പർ ടമ്പർ ഇൻഷുറൻസ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ കുറച്ച് കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ബ്രോനെ കോൺടാക്ട് ചെയ്താൽ ഞാൻ 2-3 നമ്പർ ഇവിടെ കൊടുക്കാം. നമുക്ക് പുതിയ അപ്ഡേറ്റ് ഇൻസ്റ്റയിൽ വരുന്നുണ്ട്. മെട്രോ കാർസ് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ പുതിയ അപ്ഡേറ്റ്സ് കിട്ടും. നമ്മൾ മന്ത്ലി അറ്റ്ലീസ്റ്റ് 1 വീഡിയോ അല്ലെങ്കിൽ 15 ഡേയ്സ് കൂടുമ്പോൾ 1 വീഡിയോ നമ്മൾ ചെയ്യാൻ നോക്കാം ബ്രോ. നമ്മൾ എഞ്ചിന് ഗിയർ ബോക്സ് 3 മാസം വാറണ്ടി ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് മെട്രോ കാർസിലെ എല്ലാ വാഹനങ്ങൾക്കും ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞത് മെട്രോ കാർസ് പർച്ചേസ് ചെയ്യുന്ന വിൽക്കുന്ന വണ്ടി, അതായത് ഞങ്ങൾ എടുക്കുന്ന വണ്ടിയായാലും വാങ്ങുന്ന വണ്ടി ആയാലും ഫ്ലഡും ഉണ്ടാവില്ല, ടോട്ടൽ ലോസ് ഉണ്ടാവില്ല. അത് ഞങ്ങൾ ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ്. കസ്റ്റമർ ഡെലിവറി എടുത്ത് പോയതിനു ശേഷം ഫ്ലഡ് ആണ് ടോട്ടൽ ലോസ് ആണെന്ന് പറയുന്നത് എടുത്ത എമൗണ്ടിന്റെ കൂടെ 50,000 രൂപ ഷോറൂം നഷ്ടം. അത് മെട്രോ കാർസ് തുറന്ന അന്ന് മുതൽ ഇന്നേ വരെ എല്ലാ കസ്റ്റമേഴ്സിനോടും ചെയ്തു കൊടുക്കണം. പിന്നെ ഗ്യാരണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. അതെ. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് മെട്രോ കാർസിലെ എല്ലാ വണ്ടിയും അണ്ടർ വാറണ്ടിയാണ്. നമ്മൾ പരിചയപ്പെട്ടതിന് ഫുള്ള് പുതിയ മോഡലില് വാറണ്ടി ഉള്ള വണ്ടികളാണ്. പിന്നെ നല്ല വണ്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ആ വിശ്വാസ്യത നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. താങ്ക് യു.